ഓക്കെ, അടുത്ത എന്താ ഇപ്പൊ പറയാൻ പോകുന്നത്? ഇനി നമുക്ക് പറയാനുള്ളതാണ് ആംഗിൾ ബിറ്റ്വീൻസ് ടു ലൈൻസ്. അതിന്റെ സ്ലോപ്സ് വരുന്നതാണ് M1 ആൻഡ് M2. നമ്മൾ M1 M2 എങ്ങനെയാ കണ്ടുപിടിക്കുന്നതൊക്കെ പഠിച്ചല്ലേ? നമുക്ക് സ്ലോപ്പ് കിട്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു, പെർപെൻഡിക്കുലർ ആകുന്ന കേസ്, പാരലൽ ആകുന്ന കേസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടത്? അങ്ങനെ രണ്ട് സ്ലോപ്പുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, എത്ര സ്ലോപ്പുകൾ? രണ്ട് സ്ലോപ്പുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാനാണ് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആംഗിൾ ബിറ്റ്വീൻ സ്ലോപ്സ് M1 ആൻഡ് M2. Angle between slopes M1 and M2. നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കണം. M1 ഉം M2 ആണ്. M1 നും M2 നും ഇടയ്ക്ക് വരുന്ന ആംഗിൾ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം നമുക്കറിയാം M1 M2 അല്ലേ, രണ്ട് ആംഗിളിന്റെ രണ്ട് സ്ലോപ്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആംഗിൾ അല്ലെ, രണ്ട് ലൈൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ലൈൻസ് ഇപ്പൊ ഇത് ഇന്റർസെക്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ടല്ലേ, ഈ ആംഗിൾസ് എത്രയാന്നുള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ പറഞ്ഞു എം സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു? എം എന്ന് പറയുന്നത് ടാൻ തീറ്റ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സ്ലോപ്പ് എം എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടത്? അങ്ങനെയെങ്കിൽ ആ ടാൻ തീറ്റയിൽ തീറ്റ എന്നൊരു വാല്യൂ ഉണ്ടല്ലേ, സോ ആ തീറ്റ എന്ന് പറയുന്ന വാല്യൂ കിട്ടണം. അതിന് നമുക്ക് ടാൻ തീറ്റ ഈക്വൽസ് M2 minus M1 divided by 1 plus M1 M2. ഇതായിരിക്കും എന്ത്? നമ്മുടെ ടാൻ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ. നമുക്ക് വേണ്ടത് എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ സ്ലോപ്സ് M1 ആൻഡ് M2 ആണ് ആവശ്യമുള്ളത്. അതെന്തായിരിക്കും? M1 ഉം M2 ഉം രണ്ട് സ്ലോപ്പുകൾ നമുക്ക് കിട്ടും അല്ലെ, രണ്ട് ലൈൻസിന്റെ. ഇപ്പൊ ഇത് L1 ഉം ഇത് L2 ഉം രണ്ട് ലൈൻസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ L1 എന്തായിരിക്കും? ഒരു കറസ്പോണ്ടിങ് M1 ഉണ്ടാകും അല്ലെ. M1 മീൻസ് ഫസ്റ്റ് സ്ലോപ്പ് അല്ലെ, ഫസ്റ്റ് ലൈനിന്റെ സ്ലോപ്പ് ആണ്. ഇനി L2 എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? നമുക്ക് എടുക്കാം M2 എന്ന്. അങ്ങനെയെങ്കിൽ ഒരു M1 ഉം ഒരു M2 ഉം വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ടാൻ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ടാൻ തീറ്റ ഈക്വൽസ് M2 മൈനസ് M1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് M1 M2 എന്നുള്ളത്. ആ ഇക്വേഷനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന നോർമൽ ഇക്വേഷൻ. ഇതിനി എന്തായിരിക്കും? അക്യൂട്ട് ആംഗിൾ ആണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ, നമുക്ക് കിട്ടേണ്ടത് എന്തായിരിക്കണം? നമുക്ക് അക്യൂട്ട് ആംഗിൾ ആണ് കിട്ടേണ്ടതെങ്കിൽ അവിടെ എന്തായിരിക്കും? നമ്മൾ എടുക്കുന്ന വാല്യൂസിന് മോഡുലസ് ചേർക്കുക. അക്യൂട്ട് ആംഗിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ടാൻ തീറ്റ കണ്ടുപിടിക്കുമ്പം M2 മൈനസ് M1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് M1 M2 തന്നെയായിരിക്കും ഇക്വേഷൻ. പക്ഷെ എന്തായിരിക്കും? ഈ തന്നിരിക്കുന്ന വാല്യൂവിന്റെ മോഡുലസ് എടുക്കുക. നമുക്ക് കിട്ടേണ്ട വാല്യൂ നല്ല പ്രോപ്പറായിട്ട് നമുക്കറിയാം. കിട്ടുന്ന വാല്യൂസ് നമുക്ക് മൈനസ് കിട്ടുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ എളുപ്പം എന്താണ്? പോസിറ്റീവ് വാല്യൂസ് അല്ലേ. സോ മോഡുലസ് എടുക്കുമ്പോൾ എന്താകും? വാല്യൂസ് നമുക്ക് പോസിറ്റീവ് ആയിട്ട് കിട്ടും. അപ്പൊ M2 മൈനസ് M1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് M1 M2 ആയിരിക്കും നമ്മുടെ ഇക്വേഷൻ. അങ്ങനെയെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ എക്സ് ആക്സിസ് ആൻഡ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് 3,-1 ആൻഡ് 4,-2. നമുക്ക് രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ എക്സ് ആക്സിസ് അതുപോലെ തന്നെ ആൻഡ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് 3-1 ആൻഡ് 4-2. രണ്ട് പോയിന്റ്സ് അല്ലെ, 3-1 ഉം അതുപോലെ തന്നെ ഏതാ തന്നിരിക്കുന്നത്? 4-2 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റും തന്നിട്ടുണ്ട്. ഈ രണ്ട് പോയിന്റ്സിന്റെ ഇടയ്ക്ക് വരുന്ന നമ്മുടെ ആംഗിൾ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തറിയാം? നമ്മുടെ സ്ലോപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട്. എം എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റ ആണെന്നറിയാം അല്ലെ. എം ടാൻ തീറ്റ ആണെന്നറിയാം. സോ എം കിട്ടിയാൽ എന്ത് ചെയ്യാം? ടാൻ തീറ്റ നമ്മുടെ ആംഗിൾ അല്ലെ, ആംഗിൾ തീറ്റ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. പക്ഷെ അങ്ങനെയെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് നമ്മൾ ആദ്യം എം കിട്ടണം അല്ലെ. എം എന്തായിരിക്കും? എം നമുക്കറിയാം. ഇവിടെ രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ്? x1 y1 ഉം അതുപോലെ x2 y2 ഉം. ഇവിടെ x1 y1 ഉം തന്നിട്ടുണ്ട്, ഒരു x2 y2 ഉം തന്നിട്ടുണ്ട് അല്ലെ. ഒരു x1 y1 ഉം ഒരു x2 y2 ഉം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ, എമ്മിന്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? നമ്മൾ പഠിച്ചിട്ടുള്ളത് എമ്മിന്റെ ഇക്വേഷൻ ആണ് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ സ്ലോപ്പ് എം ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് സ്ലോപ്പ് എം എന്തായിരിക്കും വരുന്നത്? തന്നിട്ടുണ്ട് അല്ലെ. x1 y1 ഉണ്ട്, x2 y2 ഉണ്ട്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y2 ആരാണ്? -2 ആണ്. മൈനസ് ഇവിടെ എത്ര ഉള്ളത്? -1 ഡിവൈഡഡ് ബൈ അടുത്തത് x2 എത്രയാണ്? 4 -3 വരും അല്ലെ. ഇതിന്റെ ആൻസർ എത്ര ആയിരിക്കും? -2 + 1 ആണ്. -2 + 1ന്റെ ആൻസർ എന്താകും നമുക്ക് കിട്ടുന്നത്? 1 അല്ലെ. -1 കിട്ടും. -2 + 1 എന്ന് വെച്ചാൽ -1 ആയിരിക്കും. ഇനി 4 - 3യുടെ ആൻസർ 1 കിട്ടും. സോ ഫൈനൽ ആൻസർ എന്താകും? -1 കിട്ടും. ആ -1 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ
എം ആണ് കിട്ടിയത് അല്ലേ, എം ആണ് -1, എം ഈക്വൽ ടു -1 അല്ലേ. എം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടാൻ തീറ്റ. ടാൻ തീറ്റയാണ് എന്ത്? ടാൻ തീറ്റയാണ് നമുക്ക് -1 എന്നുള്ള ആൻസർ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ടാൻ തീറ്റ -1 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആംഗിൾ എത്രയായിരിക്കും? ഫസ്റ്റ് നമുക്ക് ആംഗിൾസിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാം. നമുക്കറിയാം ടാൻ തീറ്റയുടെ വാല്യൂസ്, ടാൻ തീറ്റയ്ക്ക് 0 ആണ് വരുന്നതെങ്കിൽ ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം 90 ആയിരിക്കും അല്ലെ. ടാൻ തീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് എത്ര ആയിരിക്കും കിട്ടുന്നത്? 0 ആയിരിക്കും കിട്ടുന്നത്. ഇനി ടാൻ തീറ്റയ്ക്ക് നമുക്ക് 30 കൊടുക്കാം. ടാൻ 30 ആകുമ്പോൾ എന്തായിരിക്കും? 1/√3 ആയിരിക്കും. ടാൻ 45 ആകുമ്പോഴത്തേക്ക് എത്രയായിരിക്കും? 1 ആകും. ടാൻ 60 ആകുമ്പോഴത്തേക്ക് അത് എത്രയാകും? √3 ആകും. ഇനി അടുത്തത് എത്ര ആയിരിക്കും വരുന്നത്? പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് വാല്യൂസ് കൂടി അല്ലേ. ഇവിടെ നോക്കിയേ, നമുക്ക് -1 തന്നിരിക്കുന്നത്. ഇത്രയും വാല്യൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഇത്രയും വാല്യൂസ് നമുക്ക് മെയിൻലി അറിയാം. ഇനി അങ്ങനെയെങ്കിലും നമുക്ക് കിട്ടുന്നത് ടാൻ 120 ആണ് കിട്ടുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? നമുക്കറിയാം ടാൻ 120 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ടാൻ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ 90 പ്ലസ് എത്ര ആയിരിക്കും? 30 ആയിരിക്കും അല്ലേ. 90 പ്ലസ് 30 ആയിരിക്കും. അങ്ങനെയെങ്കിൽ എത്ര എടുക്കാം? നമുക്ക് മൈനസ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അവിടെ ടാൻ 30യുടെ വാല്യൂ എന്താണോ അതിന്റെ മൈനസ് വാല്യൂ എത്ര ആയിരിക്കും? ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. സോ -1/√3 ആയിരിക്കും എത്ര? ടാൻ 120. അങ്ങനെയെങ്കിൽ ടാൻ 150 ആകുമ്പോഴോ? ടാൻ 150 ആകുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യും? 150 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ തന്നെ സെയിം എന്ത് ചെയ്യും? 150 എന്ന് പറഞ്ഞാൽ 90 പ്ലസ് അല്ലെ. ടാൻ 90 പ്ലസ് 60 ആണ്. അങ്ങനെയെങ്കിൽ വാല്യൂ എന്തായിരിക്കും? മൈനസ് എത്ര ആയിരിക്കും? ടാൻ 60. ടാൻ 60 എന്ന് പറഞ്ഞാൽ √3 ആണ്. സോ -√3 ആയിരിക്കും വരുന്നത്. അങ്ങനെയായിരിക്കും നമ്മുടെ വാല്യൂസ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയത് ടാൻ തീറ്റ -1 ആണ്. ആ -1 വന്നെങ്കിൽ ഇവിടെ കറസ്പോണ്ടിങ് ഏതാന്ന് നോക്കിയാൽ മൈനസ് ഇല്ലാത്ത വാല്യൂ ഉള്ളത് ടാൻ 45 ആണ് അല്ലേ. ടാൻ 45 ആണ് നമുക്ക് വാല്യൂ ഉള്ളത്. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ എടുക്കാം? ടാൻ -1 വരണമെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? ടാൻ 90 പ്ലസ് 45 വന്നപ്പോഴല്ലേ നമുക്കത് കിട്ടുള്ളൂ. കാരണം എന്താ? 45 ആണെങ്കിൽ 1 വന്നേനെ. ഇവിടെ നമുക്ക് വേണ്ടത് -1 ആണ്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കണം? 90 പ്ലസ് ആ വാല്യൂ ആയിരിക്കണം. സോ 90 പ്ലസ് 45 ആയിരിക്കും നമുക്ക് കിട്ടുന്നത് -1. അങ്ങനെയെങ്കിൽ ടാനിന്റെ വാല്യൂ ഇവിടെ എത്ര ആയിരിക്കും? ടാൻ 90 പ്ലസ് 45 എന്ന് പറഞ്ഞാൽ 135 ആയിരിക്കും അല്ലേ. അതായിരിക്കും -1 എന്ന് പറഞ്ഞാൽ. therefore തീറ്റ ഈക്വൽസ് 135 ഡിഗ്രി എന്ന് നമുക്ക് എടുക്കാം അല്ലേ. ഈ ഒരു കാര്യം മെയിനായിട്ട് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഈ ആംഗിൾ വരുന്നത് ഇത്രയും വരെയുള്ളത്. ഓക്കെ, ഈ ആംഗിൾസിന്റെ കാര്യം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ടാൻ തീറ്റ 0 ആകുമ്പോൾ നമുക്ക് വാല്യൂ 0 ആണ്. 30 ആകുമ്പോൾ 1/√3, 45 ആകുമ്പോൾ 1, ടാൻ 60 എന്ന് പറഞ്ഞാൽ √3 ആണ്. ആൻഡ് ടാൻ 120 ആവുന്ന കേസിൽ എന്താകും? ടാൻ 90 പ്ലസ് 30 എടുത്തു. അപ്പം നമുക്ക് എന്തായി? ടാൻ 30യുടെ വാല്യൂവിന്റെ കൂടെ മൈനസ് വാല്യൂ ആകും 90 പ്ലസ് എടുക്കുമ്പം. ഇനി 150 ആയപ്പോൾ എന്തായി? 90 പ്ലസ് 60 ആണ്. അതുകൊണ്ട് ടാൻ 60 എടുത്തിട്ട് അതിന്റെ മൈനസ് വാല്യൂ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ വേണ്ടത് -1 ആയതുകൊണ്ട് എന്ത് ചെയ്തു? 45, 90 പ്ലസ് 45 എടുത്തു. 135 ആണ് വരുന്നത്. സോ തീറ്റ എത്രയാണ്? 135. നമ്മുടെ ആംഗിൾ അപ്പം 135 എന്ന് കിട്ടി. അപ്പൊ ഇങ്ങനെയായിരിക്കും പ്രോബ്ലംസ് ചെയ്യുന്നത്. അടുത്തൊരു പ്രോബ്ലം ആണ്. ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ ഇസ് ഡബിൾ ദ സ്ലോപ്പ് ഓഫ് അനദർ ലൈൻ. ഒരു ലൈനിന്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട്, അതിന്റെ ഇരട്ടിയാവും മറ്റൊന്നിന്റെ എന്നാ പറയുന്നത് അല്ലേ. ഒരു ലൈനിന്റെ സ്ലോപ്പ് എടുത്താൽ അതിന്റെ ഇരട്ടിയാണ് മറ്റൊന്നിന്റെ. ഇപ്പൊ ഒന്നിന്റെ നമുക്ക് m1 എന്ന് എടുക്കാം. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ എന്തായിരിക്കും? ഇരട്ടി എന്നാ പറഞ്ഞത്. സോ 2 ടൈംസ് m1 അല്ലെ. 2m1 എന്ന് വരും. അതായിരിക്കും എന്ത്? m2 എന്ന് പറയുന്നത്, രണ്ടാമത്തേതിന്റെ സ്ലോപ്പ് അല്ലെ. അപ്പൊ നമ്മൾ രണ്ട് സ്ലോപ്പ് എഴുതി. ഏതൊക്കെയാണ്? നമുക്ക് ഒരെണ്ണം m1 ആയിരിക്കും, രണ്ടാമത്തേത് m2 ആയിരിക്കും. m2 എന്ന് പറയുന്നത് എന്താണ്? 2 ടൈംസ് m1 എന്ന് നമുക്ക് എടുക്കാം. പിന്നെ എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ഇഫ് ടാൻജന്റ് ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം, ടാൻജന്റ് ഓഫ് ദി ആംഗിൾ അല്ലെ, ടാൻജന്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? ടാൻ വാല്യൂ അല്ലെ, ടാൻ തീറ്റ എന്ന് പറയുന്നത് അല്ലെ നമുക്ക് തന്നിട്ടുണ്ട് 1/3 ആണ്. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി ലൈൻ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ നമ്മൾ m1 എന്നും m2 എന്നും എഴുതി വെച്ച രണ്ടാൾക്കാരുണ്ട് അല്ലെ, അവരെ രണ്ടുപേരെയാണ് കിട്ടേണ്ടത്. അതിൽ നമുക്ക് എന്താണ്? m1 എന്ന് പറയുന്നതായിരിക്കും കിട്ടേണ്ടത് മെയിൻ. എങ്കിലല്ലേ നമുക്ക് m2 കിട്ടുള്ളൂ. m1 കിട്ടിക്കഴിഞ്ഞാൽ 2 ടൈംസ് m1 എടുത്താൽ അത് m2 ആയിട്ട് കിട്ടും അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ആകെ അറിയുന്ന കാര്യം എന്താ? ടാൻ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം അല്ലേ. m2 - m1
ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2 ആണെന്ന് നമുക്കറിയാം അല്ലേ. m2 മൈനസ് m1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2 ആണെന്ന് മാത്രം നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കിയേ, നമ്മുടെ m2 വാല്യൂസിനെല്ലാം പകരം നമുക്ക് ഈ 2m1 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം m1ന്റെ ടേംസിലാകുമല്ലോ. ചെയ്യാലോ. അപ്പൊ എങ്ങനെയായിരിക്കും വരുന്നത്? ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ m2ന് പകരം 2m1 മൈനസ് m1 എന്ന് വരും, ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 ഇൻറ്റു 2m1 വരും. അപ്പൊ എന്താ ആൻസർ? 2m1ന്ന് ഒരു m1 കുറച്ചാൽ ബാക്കി m1 വരും, ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 ഇൻറ്റു m1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2m1 സ്ക്വയർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ നമുക്കറിയാം എന്താണ്? 1/3 ആണ് നമ്മളോട് പറഞ്ഞത്. ടാൻ തീറ്റ എത്രയാണ്? 1/3 ആണ്. അങ്ങനെയെങ്കിൽ 1/3 ഈക്വൽസ് m1 ബൈ 1 പ്ലസ് 2m1 സ്ക്വയർ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഇതിനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഓർഡർ ആക്കിയാലോ. 1/3 ഈക്വൽസ് m1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2m1 സ്ക്വയർ എന്നാണ് നമ്മൾ എടുത്തത്. ഇതിനെ എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ക്രോസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം അല്ലേ. ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1 പ്ലസ് 2m1 സ്ക്വയർ പ്ലസ് അല്ല ഈക്വൽസ് അല്ലേ, 3 ഇൻറ്റു അങ്ങോട്ടേക്ക് പോകുമ്പോൾ 3m1 എന്ന് എടുക്കാം. ഇനി ഇതിനെ എന്ത് ചെയ്യാം? നമുക്ക് അറേഞ്ച് ചെയ്യാം. 2m1 സ്ക്വയർ മൈനസ് 3m1 ഇവിടെ എന്ത് വരും? പ്ലസ് 1 ഈക്വൽ ടു 0. ഇപ്പം ഏത് ഫോമിലായി നോക്കിയേ. ഇതിനെ നമുക്ക് m1നെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ m1നെ എന്തായിട്ട് എടുക്കുക? ഇതിനെ നമുക്ക് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ എക്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഫോമിൽ ചിന്തിച്ചാൽ പോരെ. അങ്ങനെ ചിന്തിച്ചാൽ ഇവിടെ എങ്ങനെയായിരിക്കും വരിക? ഇവിടെ നമുക്കറിയാം 2m1 സ്ക്വയർ ആണ്. സോ ഇവിടെ എന്തായിരിക്കണം? 1 ഇൻറ്റു 2 കിട്ടണം അല്ലേ. മൾട്ടിപ്ലൈ ചെയ്താൽ 2ഉം പ്ലസ് ചെയ്താൽ -3യും കിട്ടുന്ന ഏതോ രണ്ട് വാല്യൂസ് എടുത്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഇവിടെ നമ്മുടെ ആൻസർ കിട്ടും. അങ്ങനെയെങ്കിൽ ഏതായിരിക്കും? പ്ലസ് ചെയ്താൽ -3യും മൾട്ടിപ്ലൈ ചെയ്താൽ 2ഉം കിട്ടുന്നത് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. 2m1 സ്ക്വയർ മൈനസ് 2m1 മൈനസ് m1 പ്ലസ് 1 ഈക്വൽ ടു 0 അല്ലേ. ഇവിടെ നമുക്ക് 2 കിട്ടണം. സോ -2 -1 എന്ന് പറഞ്ഞാൽ -3 എടുക്കാം. -2 -1 എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താകും? നമുക്ക് ഇവിടുന്ന് 2 കിട്ടും അല്ലെ. എയുടെ കൂടെയുള്ള വാല്യൂ കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഇവിടെയുള്ള വാല്യൂ മാത്രം നോക്കിയാൽ മതി. പക്ഷെ എയുടെ കൂടെയുള്ള കോഎഫിഷ്യന്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ കോഎഫിഷ്യന്റിനെ നമ്മുടെ സിയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക? ഇവിടെ 2 ആയിരിക്കും വരേണ്ടത്. സോ 2m1 സ്ക്വയർ മൈനസ് 2m1 മൈനസ് m1 പ്ലസ് 1 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ ഇതിനെ നമുക്കൊന്ന് എടുത്താൽ എന്ത് ചെയ്യും? 2നെ പുറത്തേക്ക് എടുക്കാം അല്ലെ. 2m1നെ പുറത്തേക്ക് എടുക്കാം. 2m1നെ പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്താ ഉള്ളത്? ഇവിടെ ഒരു m1 ഉണ്ട്, -1 ഉണ്ട് അല്ലെ. m1 -1 ഉണ്ട്. ഇനി ഇത് ഇത്ര എടുത്താലോ? ഇത്രയത്തിൻ്റെ അകത്തുനിന്ന് നമുക്ക് പ്രത്യേകിച്ച് പുറത്തെടുക്കാനുള്ള എന്താ? 1 മാത്രം എടുക്കാൻ പറ്റും. ഒരു -1നെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഇവിടെയും ബാക്കി എന്ത് വരും? m1 -1 എന്ന് വരും അല്ലെ. m1 -1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 2m1 ഇവിടെ ഒരു m1 -1 വരും. അതുപോലെ ഇവിടെ എന്താകും? ഒരു -1 എടുത്തിട്ടുണ്ടെങ്കിൽ മൈനസ് പുറത്തേക്ക് പോയാൽ m1 -1 എന്ന് എടുക്കാം അല്ലേ. ഓക്കെ, ഇതിനകത്തുനിന്ന് ഏതാ ഇനി കോമൺ എടുക്കാൻ പറ്റുന്നത്? നമ്മുടെ m1 -1 ആണ് അല്ലേ. m1 -1 എന്ന് പറയുന്നത് കോമൺ ആണെങ്കിൽ ബാക്കി എന്താ ഉള്ളത്? 2m1 ഉണ്ട് പ്ലസ് അല്ല 2m1 -1 ആയിരിക്കും. അവിടെ എന്താ? 2m1 -1 എന്ന് കിട്ടും അല്ലേ. m1 എന്ന് പറയുന്ന 1 ആണെന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ 2m1 ഈക്വൽ ടു 1 എന്നുള്ളതും അല്ലേ, 2 എണ്ണം കിട്ടും. സോ നമുക്ക് എന്ത് എഴുതാം? m1 -1 ഈക്വൽ ടു 0 എന്ന് ഒരെണ്ണവും 2m1 -1 ഈക്വൽ ടു 0 എന്ന് വേറൊരെണ്ണം കിട്ടി അല്ലേ. 2 കേസസ് കിട്ടി. ഇതിനെ എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്ത് 2 കേസസിനെ എടുത്താൽ എന്താകും? m1 ഈക്വൽ ടു 1 എന്നൊരെണ്ണവും m1 ഈക്വൽ ടു 1/2 എന്നൊരെണ്ണം കിട്ടും അല്ലെ. ഈക്വൽസ് വരുമ്പോഴത്തേക്ക് എന്താകും? ഇവിടെ നമുക്ക് 2m1 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഡിനോമിനേറ്ററിലേക്ക് m1ന്റെ കൂടെ കിടക്കുന്ന 2 ഡിനോമിനേറ്ററിലേക്ക് എടുത്താൽ എന്താകും? 1/2 എന്ന് കിട്ടും. സോ m1ന്റെ വാല്യൂസ് എന്തൊക്കെ കിട്ടി? 1ഉം കിട്ടി, 1/2ഉം കിട്ടി അല്ലെ. 2 വാല്യൂസ് കിട്ടി. അങ്ങനെ 2 വാല്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? m1 എന്ന് പറയുന്ന 1 എന്ന് എടുത്താൽ അപ്പൊ m2 എന്തായിരിക്കും? നമുക്ക് അതിൽ നിന്ന് സ്ലോപ്പുകളാണ് വേണ്ടത് അല്ലെ. 2 സ്ലോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ 2 സ്ലോപ്പുകളാണ് വേണ്ടത്. സോ ഇഫ് m1 ഈക്വൽ ടു 1 ആണെങ്കിൽ m2 എന്തായിരിക്കും? 2m1 ആണെന്ന് നമുക്ക് അറിയാം അല്ലെ. നമ്മൾ ഫസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും കിട്ടുന്നത്? 2 × 1 എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും കിട്ടുന്നത്. സോ സ്ലോപ്പ് ഏതൊക്കെ വരാം? 1ഉം കിട്ടും,
2ഉം കിട്ടും. M1 M2 എന്ന് പറയുന്നത് 1 and 2 കിട്ടും. ഇനി അടുത്ത പറയുന്നത് ഇഫ് M1 എന്ന് പറയുന്നത് 1/2 ആകുന്ന കേസിലോ M2 എന്താകും? M2 എന്ന് പറഞ്ഞാൽ 2M1 2 × 1/2 ചെയ്യുക. അപ്പൊ 2 2 ക്യാൻസൽ ആയ ആൻസർ എന്ത് വരും? 1 കിട്ടും അല്ലെ? എത്ര ആയിരിക്കും കിട്ടുന്നത്? M1 എന്ന് പറയുന്ന 1/2 ആയാൽ നമുക്ക് കിട്ടുന്ന M2 എത്ര ആയിരിക്കും? 1 കിട്ടും. നോക്കിയേ, ഇതിന്റെ ഇരട്ടിയല്ലേ അവിടെ കിട്ടിയത്? M1ന്റെ ഇരട്ടിയല്ലേ M2? ഇവിടെ M1ന്റെ ഇരട്ടിയല്ലേ M2? അപ്പോൾ 2 കേസസ് ഓർ 2 കേസസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. M1ന് 2 വാല്യൂസ് കിട്ടി. സോ നമ്മൾ M2ന് 2 വാല്യൂസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പറയാൻ പോകുന്നത്, ഇനി നമുക്ക് പറയാനുള്ളത് ഇക്വേഷൻ ഓഫ് എ ലൈൻ ആണ്. നെക്സ്റ്റ് അടുത്ത കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ഇത്ര നേരം നമ്മൾ സ്ലോപ്പിനെ പറ്റി പറഞ്ഞു, സ്ലോപ്പിനെ റിലേറ്റ് ചെയ്ത് ആംഗിൾ പഠിച്ചല്ലേ. ഇനി പറയാൻ പോകുന്ന കാര്യമാണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഇക്വേഷൻ ഓഫ് എ ലൈനിൽ നമുക്ക് 4 ടൈപ്സ് ആണ് മെയിൻലി പഠിക്കാനുള്ളത്. ഇക്വേഷൻ ഓഫ് ലൈനിൽ 4 ടൈപ്സ് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുമ്പം y = mx + c. ഇതാണ് നമ്മുടെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതണം? y = mx + c എന്നുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ y = 2x + 3 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ m ആരായിരിക്കും? ഇവിടെ നമ്മുടെ m എന്ന് പറയുന്നത് 2 ആയിരിക്കും, c എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇതിൽ m എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാം. m ആരാണ്? നമ്മുടെ സ്ലോപ്പ് ആണ് അല്ലേ? m എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ആണ്. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്നാണ് അല്ലേ? അതിൽ സ്ലോപ്പ് കിട്ടി m. ഇനി നമുക്ക് ആരാ ആവശ്യമുള്ളത്? ഇന്റർസെപ്റ്റ് ആവശ്യമുണ്ട് അല്ലേ? ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എടുക്കുന്നത് y ഇന്റർസെപ്റ്റ് ആണ്. y ഇന്റർസെപ്റ്റ് ആയിരിക്കും. ഓക്കെ, y ഇന്റർസെപ്റ്റ് ഇപ്പൊ ആരായിരിക്കും? ഇവിടെ നമുക്ക് c ആയിരിക്കും y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നിട്ട് അതിലെ സ്ലോപ്പ് ആരാണ്, അവിടുത്തെ y ഇന്റർസെപ്റ്റ് ആരാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ m എന്ന് പറയുന്നത്, അതായത് എക്സിന്റെ കൂടെ ആരാണോ ഉള്ളത് അതായിരിക്കും m നമ്മുടെ സ്ലോപ്പ്. ഇനി അത് കഴിഞ്ഞ് പ്ലസ് ഒരു വാല്യൂ c തന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ആര്? നമ്മുടെ y ഇന്റർസെപ്റ്റ് c എന്ന് പറയുന്നത്. ഇനി ചില ഇക്വേഷൻസ് നമുക്ക് mx വാല്യൂ മാത്രം ഉണ്ടാവുള്ളൂ, c ഇല്ലെങ്കിൽ അവിടെ എന്തായിരിക്കും? y ഇന്റർസെപ്റ്റ് c എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായിരിക്കും നമുക്ക് തന്നിരിക്കുന്നത്. y = mx + c ആയിരിക്കും നമ്മുടെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്നുള്ളതിന്റെ ഇക്വേഷൻ. അപ്പൊ നിങ്ങളോട് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം വെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? y = mx + c. ഇനി നെക്സ്റ്റ് വൺ പറയാൻ പോകുന്നതാണ് പോയിന്റ് സ്ലോപ്പ് ഫോം. പോയിന്റ് സ്ലോപ്പ് ഫോം. അപ്പൊ എന്ത് വേണം? ഒരു പോയിന്റും വേണം, ഒരു സ്ലോപ്പും വേണം. സ്ലോപ്പ് ഓൾറെഡി നമുക്കറിയാം ആരാണ്? സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ m ആണ് അല്ലെ? നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത് ആരായിരുന്നു? m തന്നെയാണ്. സോ m എന്ന് പറയുന്നതായിരിക്കും ഇവിടെ നമ്മുടെ സ്ലോപ്പ്. പക്ഷെ ഇനി വേണ്ടത് എന്താണ്? ഒരു പോയിന്റ് ആവശ്യമുണ്ട് അല്ലെ? പോയിന്റ് സ്ലോപ്പ് ഫോം ആണ്. സോ പോയിന്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? പോയിന്റ് എന്ന് പറയുന്നത് x1, y1 എന്ന് പറയുന്ന ഒരു പോയിന്റും അതുപോലെ നമുക്കൊരു സ്ലോപ്പ് m തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതണം എന്നുള്ളതാണ് പറയുന്നത്. തന്നിരിക്കുന്ന സ്ലോപ്പ് m എന്നും അതുപോലെ തന്നെ പോയിന്റ് x1 y1 തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇക്വേഷൻ ഓഫ് ലൈൻ. നമുക്ക് ഇക്വേഷൻ ആണ് ആവശ്യം അല്ലെ? ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറയുന്ന ഫോം എന്ന് പറഞ്ഞാൽ y - y1. ഇവിടെ നമുക്ക് x1 y1 എടുത്തത് കൊണ്ട് y - y1 = m × x - x1 എന്നായിരിക്കും വരുന്നത്. ഇനി ചില ടെക്സ്റ്റുകളിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൽ അല്ലെങ്കിൽ ചില ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന എന്തായിരിക്കും? y1നും x1നും പകരം x0 y0 എന്നായിരിക്കും. അങ്ങനെയെങ്കിൽ എന്താകും? y - y0 = m × x - x0 എന്നായിരിക്കും വരുന്നത്. ഓക്കെ, അതായിരിക്കും വാല്യൂ വരുന്നത്. ഇനി എന്താണ് ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറയുന്നത്? y - y1 = m × x - x1 ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ നോക്കി ഇനി എന്താണ് പറയാനുള്ളത്? നെക്സ്റ്റ് വൺ അടുത്തൊരു ടൈപ്പ് ആണ്. 3 നമ്മൾ 4 പറഞ്ഞല്ലേ? ഇനി തേർഡ് വൺ എന്താ പറയാൻ പോകുന്നത്? 2 പോയിന്റ് ഫോം. 2 പോയിന്റ് ഫോം അല്ലെ? എന്ന് വെച്ചാൽ എന്താ? 2 പോയിന്റ് പേരിലുണ്ട്. 2 പോയിന്റ് ഫോം എന്ന് വെച്ചാൽ എന്താണ്? 2 പോയിന്റ്സ് ഉണ്ട്. സോ പോയിന്റ്സ് ഏതൊക്കെയായിരിക്കും? പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ x1 y1 ഉണ്ടാകും ആൻഡ് x2 y2 ഉണ്ടാകും അല്ലേ? x2 y2 ഉണ്ടാകും. സോറി, ഇവിടെ നമുക്ക് x2 y2 ആണ് വരുന്നത്, കോമയാണ് വരുന്നത് അല്ലേ? അപ്പോൾ x2 y2 ഉണ്ടാകും. അപ്പൊ 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഒന്ന് x1 y1 ഉണ്ടാകും, രണ്ടാമത്തേത് x2 y2 ഉണ്ടാകും. ഇനി ഇവരെ തമ്മിൽ കണക്ട് ചെയ്ത് നമ്മുടെ ഇക്വേഷൻ ഓഫ് ലൈൻ എഴുതിയാൽ എങ്ങനെയായിരിക്കും?
നമ്മുടെ ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സ്ലോപ്പ് തന്നിട്ടില്ല അല്ലേ. ഇക്വേഷൻ ഓഫ് ലൈൻ എഴുതുമ്പോൾ നമുക്കൊരു സ്ലോപ്പ് ആവശ്യമുണ്ട്. സ്ലോപ്പ് തന്നിട്ടില്ല. പക്ഷെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? നമുക്കറിയാം എം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം അല്ലേ. y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആണെന്ന് നമുക്ക് അറിയാം. അങ്ങനെയെങ്കിൽ ഇതിൽ നമ്മുടെ എം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആയിരിക്കും നമ്മുടെ എം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ നമ്മൾ ഇപ്പൊ എഴുതി എന്തായിരുന്നു? ഒരു പോയിന്റും സ്ലോപ്പും വെച്ചുള്ള ഇക്വേഷൻ എഴുതിയില്ലേ? ഇതിൽ നമ്മുടെ എമ്മിന് പകരം ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇപ്പൊ നമ്മൾ എഴുതി വെച്ച ഈ 2 പോയിന്റ്സ് വരുമ്പോൾ ഇതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ എന്താകും? y മൈനസ് y1 ഈക്വൽസ് എമ്മിന് പകരം ആര് വരും? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. എമ്മിന് പകരം ആരെ കൊടുത്തു? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. കാരണം 2 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ എം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെ. ഇനി നമ്മൾ ഒരു പോയിന്റ് സ്ലോപ്പിനകത്ത് പഠിച്ചെന്തായിരുന്നു? ആ ഒരു പോയിന്റ് വെച്ച് y മൈനസ് y1 ഈക്വൽസ് എം ഇൻറ്റു എന്ന് നമ്മൾ പഠിച്ചു. സോ ഇവിടെ ആര് വരും? എക്സ് മൈനസ് x1 വരും അല്ലേ. ഇത് തന്നെയല്ലേ ഇപ്പുറത്ത് നമ്മൾ പഠിച്ചത്. വ്യത്യാസം എന്താണ്? എമ്മിന് മാത്രം നമ്മൾ ആ 2 പോയിന്റ് വരുമ്പോൾ ഉള്ള ചേഞ്ച് കൊടുത്തു. അപ്പൊ എന്തായി? y മൈനസ് y1 എന്ന് പറഞ്ഞാൽ y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്ന് കിട്ടി ഇൻറ്റു എക്സ് മൈനസ് x1. ഇതായിരിക്കും എന്ത്? 2 പോയിന്റ് ഫോം എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ എന്താണ്? ഇന്റർസെപ്റ്റ് ഫോം. ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എ വാല്യൂവും ഒരു ബി വാല്യൂ ഉണ്ടാകും. അതായിരിക്കും ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, എക്സ് ബൈ എ ഉണ്ടല്ലേ. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എ ആരാണ്? എ എന്ന് പറഞ്ഞാൽ എക്സ് ഇന്റർസെപ്റ്റ് ആയിരിക്കും. എക്സ് ഇന്റർസെപ്റ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എ എന്നുള്ള വാല്യൂ. അങ്ങനെയെങ്കിൽ ബി ആരായിരിക്കും? ബി എന്ന് പറഞ്ഞാൽ വൈ ഇന്റർസെപ്റ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ. നമ്മൾ ഇന്റർസെപ്റ്റ് ഫോം പഠിക്കുമ്പോൾ എന്തായിരിക്കും? എക്സ് ബൈ എ പ്ലസ് ബി ബൈ വൈ ബൈ ബി ആയിരിക്കും വരുന്നത്. ഈക്വൽ ടു 1 ആയിരിക്കും. അങ്ങനെയെങ്കിൽ നോക്കിയാൽ ഇവിടെ എന്താണ്? എ എന്ന് പറഞ്ഞാൽ എക്സ് ഇന്റർസെപ്റ്റും ബി എന്ന് പറഞ്ഞാൽ വൈ ഇന്റർസെപ്റ്റും ആണ്. അതാണ് നമ്മൾ ഇന്റർസെപ്റ്റ് ഫോം. മൊത്തം 4 എണ്ണമാണ് വരുന്നത്. കൺഫ്യൂഷൻ ആവരുത്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഫസ്റ്റ് വൺ പറഞ്ഞത് നമ്മൾ ആദ്യം പറഞ്ഞ എന്താ? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് പറഞ്ഞു അല്ലേ. സ്ലോപ്പ് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പോയിന്റ് അല്ലേ, പോയിന്റ് ഉള്ളത് പറഞ്ഞു. ഫസ്റ്റ് വൺ സ്ലോപ്പ്, പിന്നെ പോയിന്റ് സ്ലോപ്പ് പറഞ്ഞു, 2 പോയിന്റ് പറഞ്ഞു, ആൻഡ് ലാസ്റ്റ് വൺ പറഞ്ഞു നിർത്തിയതാണ് ഇന്റർസെപ്റ്റ് ഫോം. ഈ 4 എണ്ണം വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിച്ചായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക.